നമസ്കാരം, എൻ്റെ നാട് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പള്ളിപ്പുറം ചെറായിൽ നടന്ന പോലീസ് പരിശോധനയിൽ തൃശൂർ ചിയ്യാരം സ്വദേശി കാശ്മീര പി ജോയിയെ MDMA-യും കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു. മുനപ്പം പോലീസ് നടത്തിയ പരിശോധനയിൽ 10.07 ഗ്രാം MDMA-യും 7.70 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. കാശ്മീര താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് പരിശോധന നടന്നത്. +1 ക്ലാസുകൾ ജൂൺ 18 മുതൽ ആരംഭിക്കും. സംസ്ഥാനത്തെ 2025-26 അധ്യയന വർഷം +1 ക്ലാസുകൾ ജൂൺ 18 മുതൽ ആരംഭിക്കുന്നതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി അറിയിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകനും ചുമട്ടുതൊഴിലാളിയുമായിരുന്ന വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ചാലക്കൽ വീട്ടിൽ ബിജുവിനെ വധിച്ച കേസിൽ 8 പ്രതികളും കുറ്റക്കാർ. പ്രതികളെല്ലാവരും BJP RSS പ്രവർത്തകരാണ്. ഇവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച ഇന്ന് വിധിക്കും. തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് KM രതീഷ് കുമാറാണ് കേസിലെ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന്. ടീം തൃശൂരിന്റെ നേതൃത്വത്തിൽ തൃശൂർ ബിനി ഹെറിറ്റേജിൽ നടന്ന ബ്യൂട്ടി കോൺടെസ്റ്റിൽ അമൃത വിനോദ് സെക്കൻഡ് റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രിയ ആനയോട്ടത്തിൽ 9 തവണ ചാമ്പ്യനായ കൊമ്പൻ ഗോപി കണ്ണൻ ഇന്ന് പുലർച്ചെ ചെരിഞ്ഞു. മതപ്പാട് കാരണം തളച്ചിട്ടിരുന്ന കൊമ്പൻ ആനത്താവളത്തിലെ കെട്ടുംതറയിലാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.